GVSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൻ്റെ പാചക സംസ്കാരത്തിൽ കള്ളുഷാപ്പിൽ വന്ന മാറ്റവും നാടൻ വിഭവങ്ങൾ പുതുതലമുറയിൽ സൃഷ്ടിച്ച താല്പര്യവും വിനോദസഞ്ചാരികളെപ്പോലും ആകർഷിക്കുന്ന രീതിയിൽ കള്ളുഷാപ്പിൽ വന്ന മാറ്റവുമാണ്. പരമ്പരാഗതമായ ചാരുതയ്ക്കും ആധികാരികമായ പ്രാദേശിക രുചികൾക്കും പേരുകേട്ട കള്ളുഷാപ്പുകൾ തലമുറകളായി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുടെ ഭാഗമാണ്. സമീപ വർഷങ്ങളിലായി വയലോരങ്ങളിലും പുഴയോരങ്ങളിലും ഭൂപ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ജനപ്രീതി പിടിച്ചുപറ്റിക്കൊണ്ടിരിക്കുകയാണ് കള്ളുഷാപ്പുകൾ. പല കള്ളുഷാപ്പുകളും ഇന്ന് സന്ദർശിക്കേണ്ട ഭക്ഷണ കേന്ദ്രമായി മാറുന്നു. കള്ളുഷാപ്പുകൾക്ക് ആവശ്യക്കാർ വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണെന്നും അവയുടെ പ്രത്യേകതകൾ എന്താണെന്നും ഞാൻ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാം. തെങ്ങിൽ നിന്നോ പനയിൽ നിന്നോ ചെത്തിയെടുക്കുന്ന പാനീയമാണ് കള്ള്. നമുക്കെല്ലാവർക്കും അറിയാം. കാലക്രമേണ അവ വികസിച്ച് തട്ടുകട വിഭവങ്ങളും ഉൾപ്പെടുത്തി അതിനെ മറ്റൊരു ലെവലിലേക്ക് എത്തിച്ചു. ബീഫ് ഫ്രൈ, പോർക്ക്, ബീഫ് കറി, താറാവ്, ചെമ്മീൻ, മുയൽ, ഞണ്ട്. ഉന്മേഷദായകമായ രുചിയും കുറഞ്ഞ ആൽക്കഹോളിക് കണ്ടന്റും പണ്ട് തൊഴിലാളി വർഗത്തിനിടയിൽ ഒരു ജനപ്രിയ പാനീയമായിരുന്നു കള്ള്. ആദ്യ കാലഘട്ടങ്ങളിൽ കള്ള് ഷാപ്പുകൾ വളരെ സിമ്പിളായ സജ്ജീകരണങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പലപ്പോഴും ചെറിയ കുടിലുകളിലോ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ജോലിക്ക് ശേഷം നാട്ടുകാർ ഒത്തുകൂടാൻ കഴിയുന്ന തുറസായ കെട്ടിടങ്ങളിലോ ആയിരുന്നു. അന്ന് ആളുകൾക്ക് വെറുമൊരു മദ്യപാന സ്ഥലം മാത്രമല്ല, സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ള ആളുകൾക്ക് ആശയവിനിമയം നടത്താനും കഥകൾ പങ്കിടാനും അന്നത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും കഴിയുന്ന ഒരു സാമൂഹിക കേന്ദ്രം കൂടിയായിരുന്നു പണ്ട് കള്ളുഷാപ്പുകൾ. സാമൂഹിക കൂട്ടായ്മയ്ക്കപ്പുറം താങ്ങാനാകുന്ന വിലയും കൂടി ചേർന്നപ്പോൾ കള്ളുഷാപ്പുകൾ ജനപ്രിയമാകാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ കാലങ്ങൾ കുറെ കടന്നുപോയി. കേരള സമൂഹം പരിണമിച്ചപ്പോൾ 20-ാം നൂറ്റാണ്ടിൽ കർശനമായ മദ്യനിയമങ്ങൾ കൊണ്ടുവന്ന് കാര്യമായ മാറ്റങ്ങൾ വരുത്തി. പിന്നീടങ്ങോട്ടേക്ക് സർക്കാർ നിയന്ത്രിക്കാൻ തുടങ്ങി കള്ളുഷാപ്പുകൾ. ഇത് അവയുടെ എണ്ണം കുറയ്ക്കാൻ കാരണമായെങ്കിലും മറ്റ് നാടൻ വിഭവങ്ങൾ കൂടി വന്നപ്പോൾ ജനപ്രീതി വീണ്ടും വർദ്ധിച്ചു. മസാലകൾ കലർന്ന മീൻകറികൾ, കപ്പ, വിവിധതരം മാംസം എന്നിവ പോലുള്ള പരമ്പരാഗത കേരള വിഭവങ്ങൾ കള്ളുഷാപ്പിൽ വിളമ്പാൻ തുടങ്ങിയതോടുകൂടി അതൊരു പ്രത്യേക ആകർഷണമായി മാറി. ആധുനിക ബാറുകളും റെസ്റ്റോറൻറ്റുകളുമൊക്കെ ഉണ്ടെങ്കിൽ പോലും കള്ളുഷാപ്പുകൾ അവരുടേതായ തനതായ ആകർഷണം നിലനിർത്തി. യുവതലമുറകളും വിനോദസഞ്ചാരികളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് നാടൻ വിഭവങ്ങൾ തേടി കള്ളുഷാപ്പിലെത്തുന്നത്. പലരും വരുന്നത് ഫാമിലിയെയും കൂട്ടിയാണ്. നാടൻ ഭക്ഷണങ്ങളോടുള്ള വർദ്ധിച്ചു വരുന്ന താല്പര്യവും രുചിയും ആളുകളിലേക്ക് അങ്ങേയധികം താല്പര്യം ഉളവാക്കി. അങ്ങനെ കേരളത്തിൻ്റെ അങ്ങിങ്ങായി പല സ്ഥലങ്ങളിലും പേരുകേട്ട കള്ളുഷാപ്പുകൾ നിലവിൽ വന്നു. പലരും ഇതുപോലുള്ള കള്ളുഷാപ്പുകൾ സന്ദർശിക്കുന്നത് മാസങ്ങളോളമുള്ള കാത്തിരിപ്പിനൊടുവിലാണ്. അങ്ങനെ അത്രയധികം താല്പര്യമുളവാക്കുന്ന രീതിയിലേക്ക് കള്ളുഷാപ്പുകൾ മാറി. ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് കപ്പ, അപ്പം, രണ്ട് കറി, പിന്നെ കള്ളുഷാപ്പുകളെ ജനകീയമാക്കുന്നതിൽ സോഷ്യൽ മീഡിയയ്ക്ക് കാര്യമായ പങ്കുണ്ട്. ഫുഡ് ബ്ലോഗർമാർ, യാത്രക്കാർ എന്നിവരുടെ അനുഭവങ്ങൾ പങ്കിടുന്നതും ഈ മേഖലയിൽ കാര്യമായ സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞു. കപ്പ, മീൻകറി, പോത്ത് റോസ്റ്റ് ആധുനിക റെസ്റ്റോറൻറ്റുകളിൽ എളുപ്പത്തിൽ കണ്ടെത്താനാകാത്ത മറ്റ് പ്രാദേശിക വിഭവങ്ങൾ തുടങ്ങിയവയുടെ രുചികരമായ വിഭവങ്ങളും മറ്റും പ്രദർശിപ്പിക്കുന്ന വീഡിയോയും മറ്റും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുവാൻ തുടങ്ങിയതോടുകൂടി ഈ ഒരു മേഖല ഗണ്യമായ ജനശ്രദ്ധ പിടിച്ചുപറ്റുന്നതിലേക്ക് മാറി. അങ്ങനെ കേരളത്തിൻ്റെ പാചക ചേരുവകൾ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന തദ്ദേശവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും കള്ളുഷാപ്പുകളെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത സ്ഥലമാക്കി മാറ്റി. കേരളത്തിൻ്റെ ടൂറിസം വ്യവസായത്തിലും കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കള്ളുഷാപ്പുകൾക്ക് കഴിഞ്ഞു. ടൂർ ഓപ്പറേറ്റർമാരും ഗൈഡുകളും അവരുടെ യാത്രാ വിവരണത്തിൽ അറിയപ്പെടുന്ന കള്ളുഷാപ്പുകളിലേക്ക് സന്ദർശനങ്ങൾ ഉൾപ്പെടുത്തുകയും സന്ദർശകർക്ക് നിർബന്ധമായും പരീക്ഷിക്കാവുന്ന അനുഭവമായി അവയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പ്രാദേശിക ഹോട്ട്സ്പോട്ടുകൾ തേടുന്ന സഞ്ചാരികളുടെ സ്ഥിരമായ വരവിന് ഇത് കാരണമായി. പണ്ടുകാലങ്ങളിൽ കള്ളുഷാപ്പുകൾ പ്രധാനമായും പുരുഷ മേധാവിത്വമുള്ള ഇടങ്ങളായിരുന്നെങ്കിൽ ഇന്ന് അവ കുടുംബങ്ങൾക്കും സുഹൃത്തുക്കളുടെ ഗ്രൂപ്പുകൾക്കും
സ്ത്രീകൾക്ക് പോലും കൂട്ടമായി വരാവുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലേക്ക് മാറി. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യമാണ് മുഖ്യധാര റെസ്റ്റോറൻറ്റുകളെ അപേക്ഷിച്ച് കള്ള് ഷാപ്പുകളുടെ താങ്ങാവുന്ന വില. വിദ്യാർത്ഥികൾക്ക് പോലും കടന്നു വരാവുന്ന രീതിയിലുള്ള മിതമായ നിരക്ക് മാത്രമേ കള്ള് ഷാപ്പുകളിൽ നിന്നും ഈടാക്കുന്നുള്ളൂ എന്നതാണ് മറ്റൊരു പ്രത്യേകത. കള്ള് ഷാപ്പുകൾ കേവലം ജനപ്രിയമായ ഭക്ഷണശാലകൾ മാത്രമല്ല, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലും സാമൂഹിക ഘടകങ്ങളിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. സാമ്പത്തികമായി ഈ സ്ഥാപനങ്ങൾ ആയിരക്കണക്കിന് ആളുകളുടെ ഉപജീവനത്തിന് സംഭാവന ചെയ്യുന്നു. കള്ള് ചെത്തുന്ന ആളുകൾ മുതൽ കടകളിലെ പാചകക്കാരടക്കം നിരവധി ആളുകളുടെ ഉപജീവന മാർഗം കൂടിയാണ് കള്ള് ഷാപ്പ്. പ്രാദേശിക കർഷകരും മത്സ്യ തൊഴിലാളികളും മറ്റ് പച്ചക്കറി വിഭവങ്ങളും അടങ്ങുന്ന ഈ ഒരു വ്യവസായം തന്നെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുകയും പരമ്പരാഗത കാർഷിക രീതികൾ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ പ്രാദേശിക വ്യവസായങ്ങളെ പിന്തുണയ്ക്കുകയും വിനോദസഞ്ചാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ കള്ള് ഷാപ്പുകൾ അഗാധമായ സാമ്പത്തിക സ്വാധീനം ചെലുത്തുന്നു. അതുപോലെ തന്നെ സാമൂഹിക ബന്ധങ്ങൾ വളർത്തുന്നതിലും കള്ള് ഷാപ്പിന് നിർണായകമായ പങ്കുണ്ട്. കേരളത്തിൽ കള്ള് ഷാപ്പുകൾ ഇങ്ങനെ തഴച്ചു വളരുമ്പോൾ ചില വെല്ലുവിളികളും അഭിമുഖീകരിക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. കർശനമായ നിയന്ത്രണമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും ഗുണനിലവാരമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. പലപ്പോഴും മായം കലർത്തിയ കള്ളൊക്കെ ലഭിക്കുന്ന സാഹചര്യവും പല ആളുകളും മരിക്കുന്നവരെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നിയന്ത്രണത്തോടു കൂടിയാണ് കാര്യങ്ങൾ നടക്കുന്നത്. മറ്റു വെല്ലുവിളിയായിട്ട് വരുന്നത് കള്ള് ഷാപ്പുകൾ വൃത്തിഹീനമായി ഉപയോഗിക്കുന്ന ചില പ്രവണതയാണ്. ഇത് ചില ഉപഭോക്താക്കളെ പിന്തിരിപ്പിക്കുന്ന സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ നിലവാരം മെച്ചപ്പെടുത്തി ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിലേക്ക് മാറേണ്ടിയിരിക്കുന്നു. കള്ള് ഷാപ്പുകൾ ആധുനിക ബാറുകൾ, റെസ്റ്റോറൻറ്റുകൾ, മറ്റ് ഡൈനിങ് ഓപ്ഷനുകൾ എന്നിവയിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന മത്സരത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. കൂടുതൽ വൈവിധ്യവും വ്യത്യസ്തവുമായ ഡൈനിങ് ഓപ്ഷനുകൾ പ്രദാനം ചെയ്യുന്നതിലൂടെ വെല്ലുവിളികൾക്കിടയിലും കള്ള് ഷാപ്പുകൾ അവരുടെ തനതായ ആകർഷണം നിലനിർത്തി മാറിക്കൊണ്ടിരിക്കുന്ന കാലവുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് തഴച്ച് വളരുന്നു. നിങ്ങളുടെ ചിന്തകളും അനുഭവങ്ങളും കള്ള് ഷാപ്പുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും പങ്കുവയ്ക്കുക. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്